ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മീശ പിരിച്ചോണ്ടിരിക്കുന്നത് എന്തിനാ? മീശ വളർത്തുവാണെ മോട്ടോനെ പോലെ വളർത്തണം, അല്ലേ ചേട്ടാ? അതെ ചേട്ടാ, പറഞ്ഞത് ശരിയാണ്. മീശ വെക്കുകയാണെങ്കിൽ മോട്ടുനെ പോലെ വെക്കണം. അല്ല, ഇതിലിത്ര സന്തോഷിക്കാൻ എന്തിരിക്കുന്നു? മീശ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതല്ലേ? പക്ഷേ അതിന് നിനക്കില്ലല്ലോ ഈ പറഞ്ഞ മീശ. പിന്നെ എങ്ങനെ അറിയാനാ നിനക്ക് ഈ മീശയുടെ ഇമ്പോർട്ടൻസ്? അതെ, പക്ഷേ ഈ പത്തിലുണ്ടല്ലോ, അവൻ പെണ്ണുങ്ങടെ കൂട്ടല്ലേ. അവൻ ഒരിക്കലും മീശ കിളുക്കത്തില്ലല്ലോ. പെണ്ണുങ്ങളെ പോലെയോ? ആ പറഞ്ഞത് ശരിയാണ്, പെണ്ണുങ്ങളെ പോലെയുള്ള പത്തിലൂ. ചായക്കട ചേട്ടാ, നിങ്ങൾ പറഞ്ഞത് ശരിയാ. മോട്ടു, നീ അങ്ങനെ എന്നെ കളിയാക്കണ്ട. ഞാൻ വേണമെന്ന് വെച്ച എന്റെ മീശ നന്നായിട്ട് വളർത്തും. മീശ വളർത്തണമെങ്കിൽ അറ്റ്ലീസ്റ്റ് മീശ പൊടിക്കുമെങ്കിലും വേണ്ടേ പത്തിലു? ഞാൻ നിനക്ക് കാണിച്ചു തരാം എങ്ങനെയാ മീശ വളർത്തുന്നേന്ന്. നിന്നേക്കാളും വലുതും കട്ടിയുള്ളതും. മീശ ഇല്ലാത്ത പത്തിലു, ഈ ചായ ഒന്ന് മുഴുവൻ കുടിച്ചിട്ട് പോ. ഡോക്ടർ ജഡ്ക, എല്ലാവരും എന്നെ കളിയാക്കാണ്. എനിക്ക് മീശ ഇല്ലാന്നും പറഞ്ഞിട്ട്. എന്തെങ്കിലും കുറച്ച് മരുന്ന് തേച്ചാ മീശ വളരാനുള്ളത്. എന്റെ ചങ്ക്, എന്റെ ബ്രോ, നീ ഇങ്ങനെ കരയല്ലേ? എന്റെ രോഗികളാണെങ്കിൽ സത്യം, ഞാൻ തരുന്ന ഈ മരുന്ന് ഉപയോഗിച്ചാലുണ്ടല്ലോ, നിന്റെ മീശ കണ്ട് ആളുകൾ അസൂയപ്പെടും പത്ലു. പിന്നെ പറയും മീശ വളർത്തുവാണെങ്കിൽ പത്ലുവിനെ പോലെ ആയിരിക്കണമെന്ന്. ഓയ് പത്ലു, ഈ മരുന്ന് എന്നും മീശ വളരേണ്ടിടത്തൊക്കെ തേച്ച് പിടിപ്പിച്ചാൽ 10-15 ദിവസത്തിനകം മീശ എന്താണെങ്കിലും വളരും. ഇതാണ് മീശ. പത്തിലും മീശ എന്ന് വെച്ചാ മോട്ടുവിനെ പോലെ വേണ്ടേ? നിർത്ത്, ഇനി നീ ഇങ്ങനെ കളിയാക്കണ്ട. ഇതിങ്ങനെ കുറച്ച് കുറച്ചായി വളരാൻ തുടങ്ങിയ എനിക്കെന്തായാലും വയസ്സാവുന്ന തോന്നുന്നു. എന്തിനാ വായു കിടന്ന് ഇങ്ങനെ കറങ്ങുന്നേ? എന്തേ ഉണ്ടായിരുന്ന 1-2 രോമം പോലും ഇല്ലാതെ ആയോ? ഇതെന്താ ഇത് ഒറിജിനൽ ആവാൻ സാധ്യതയില്ല. എവിടുന്നാ ഇത് മേടിച്ചത്? മീശ വളർത്തുകയാണെങ്കിൽ അത് പത്ലുവിനെ പോലെ ആയിരിക്കണം. ഇങ്ങനെ സംഭവിക്കില്ല, ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എന്റെ മീശ തിരിച്ചു തരാൻ പറഞ്ഞു. എന്റെ മീശയോട് നിന്റെ മീശക്കകത്ത് ഏതോ പ്രേതമുണ്ട്. അത് നമ്മുടെ കൈ ചെയ്യുന്ന ജോലിയൊക്കെ ചെയ്യുന്നത് കണ്ടില്ലേ? ഇത് ഡോക്ടർ ജഡ്കയുടെ മരുന്നിന്റെ ഫലമാണ്. ഞാൻ പോയിരുന്നു നന്ദി പറഞ്ഞിട്ട് വന്നേക്കാം. മീശ വളർത്തുകയാണെങ്കിൽ അത് പത്ലുവിനെ പോലെ. ഇതെന്താ ഇത്ര വലിയ മീശ നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഏതെങ്കിലും നാടക കമ്പനിയിൽ നിന്ന് എടുത്തതാണോ? തന്നെ ഞാനൊന്ന് വെച്ച് നോക്കട്ടെ. നിനക്ക് ഇത്ര അഹങ്കാരോ എന്നെ ഇടിച്ച് താഴെയിടാൻ? കളിച്ച് കളിച്ച് സിംഹത്തിനോട് കളിക്കാനായോടാ നീ? സോറി, ഞാനല്ല, എന്റെ മീശയാണ് അടിച്ചത്. മീശയ്ക്ക് ആരെങ്കിലും തല്ലാൻ കഴിയോടാ? നിനക്ക് അന്ത്യാഭിലാഷം വല്ലോണ്ടെങ്കിൽ പറഞ്ഞോ, നിന്നെ ഞാനിപ്പം മേലോട്ട് അയക്കാൻ പോവാ. വേണ്ട ചേട്ടാ, പ്ലീസ്. ഇത് നിന്റെ പുതിയ അടവാണെന്ന് എനിക്കറിയാം. ഞാനിതൊന്നും കണ്ട് പേടിക്കുന്ന ആളല്ല. മീശ വളർത്തുകയാണെങ്കിൽ അത് പത്ലുവിനെ പോലെ. മോട്ടു ഞാനെന്താ ഈ സ്വപ്നം കാണുകയാണോ?
അതോ ഇത് ശരിക്കും സംഭവിക്കുന്നതാണോ? ഇതൊക്കെ പരമസത്യമാണ്. ഈ സത്യങ്ങൾക്കൊക്കെ ഞാനും തന്നെയാണ് ഇരയായിട്ടുള്ളത്. ഓഹോ, ഇത്രയും വലിയ മീശ എവിടുന്ന് കിട്ടി? നിനക്ക് ഒരിക്കലും ഉണ്ടാവില്ലെന്ന് കരുതി വല്ലോടുന്ന് വാടകയ്ക്ക് എടുത്തതാണോ? ഈ ചെറിയ മീശയും വെച്ച് നിങ്ങൾ എന്നെ ഇനിയും കളിയാക്കിയാൽ നിങ്ങളുടെ കട പൊളിച്ചെടുക്കുന്നതിന്റെ ഉത്തരവാദി നിങ്ങൾ തന്നെ ആയിരിക്കും. എന്താ ഇത്? ഡ്യൂപ്ലിക്കേറ്റ് മീശയും വെച്ച് എന്നെ പേടിപ്പിക്കുന്നോ? ഇതുകൊണ്ടൊന്നും ഞാൻ പേടിക്കാൻ പോകുന്നില്ല. ഏ, ഏ. പത്ലു, എന്തിനാ നീ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ആ മീശ എടുത്തുകളാ, ഇല്ലെങ്കിൽ നിനക്ക് തന്നെ ഇതൊരു ദിവസം പാരയായി മാറും. അസൂയാണല്ലേ? അസൂയപ്പെടുന്ന ആൾക്കാരെ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം അസൂയ ഇല്ലാത്തവർക്ക് ഇത്രയും വലിയ മീശ വളരൂ. നിനക്കെന്തായാലും ഇത്രയും വലിയ മീശ ഉണ്ടാവാൻ വഴിയില്ല. മീശ വളർത്തുകയാണെങ്കിൽ അത് പത്ലുവിനെ പോലെ. ഒരു പ്രാവശ്യം നീയും ഇതുപോലെ പറ. ഞാൻ ഒരിക്കലും പറയില്ല. അവസാനായിട്ട് പറയാ, മര്യാദക്ക് പറഞ്ഞ മീശ വളർത്തുകയാണെങ്കിൽ അത് പത്ലുവിനെ പോലെ. എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ ഒരിക്കലും പറയില്ല, പറയില്ല, പറയില്ല. യ്യോ, വേണ്ടേ, വേണ്ടേ, പറയാം, പറയാം. അതെ, മീശയാണെങ്കിൽ പത്ലുവിനെ പോലെ വേണം, മീശയാണെങ്കിൽ പത്ലുവിനെ പോലെ വേണം. ഞാൻ കേട്ടത് തന്നെ ഇപ്പൊ കണ്ടിരിക്കുന്നു. പത്ലു, യു ആർ അണ്ടർ അറസ്റ്റ്. നീ ഇതൊക്കെ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു മനുഷ്യനെ എങ്ങനെ ഉപദ്രവിക്കുന്നത് നിയമത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ എന്റെ അമ്മോ, എന്നെ താഴേക്ക് ഇറക്ക്, താഴേക്ക് ഇറക്കാൻ. നിയമമാണ് സത്യം, ഭാരത മാതാവാണ് സത്യം. ഈ ലോകം മുഴുവൻ അറിയും, പക്ഷെ നിന്റെ മീശയ്ക്ക് മാത്രം അറിയില്ല. ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. എന്റെ അമ്മോ, ഈ മീശ ഭയങ്കര ആപത്താണല്ലോ. ഓടിക്കോ. ഡോക്ടർ ജഡ്ക, എന്തെങ്കിലും ചെയ്യൂ. പത്ലുവിന്റെ മീശ കാരണം ഇവിടെ മുഴുവൻ പ്രശ്നങ്ങളാണ്. ഓയ് മോട്ടു, എന്റെ പ്രിയപ്പെട്ട ചങ്കേ, നീ ഇങ്ങനെ കരയാതെ. ഈ മരുന്ന് കൊണ്ടുപോയി അവന്റെ മീശയിൽ തേച്ച് പിടിപ്പിക്ക്. അത് മതി, പിന്നെ എല്ലാം ശരിയായിക്കോളും. പത്ലു, നിയമത്തിന്റെ മുന്നിൽ സ്വയം കീഴടങ്ങിക്കോളൂ. എന്നിട്ട് ഈ മീശമാധവന്റെ കളി ഇപ്പൊ തന്നെ നിർത്തണം. ചിങ്കം സാറേ, ഞാൻ പറഞ്ഞാലൊന്നും ഇത് കേക്കില്ല. ഞാനിപ്പോ എന്താ ചെയ്യാ? സുഹൃത്തുക്കളെ, നമ്മൾ ഒരുമിച്ച് ഈ പത്ലുവിനെ പിടിക്കണം. എന്നിട്ട് ഇവനെ കസ്റ്റഡിയിലാക്കണം. ആക്രമിക്കൂ. മീശയാണെങ്കിൽ പത്ലുവിനെ പോലെ വേണം, മീശയാണെങ്കിൽ പത്ലുവിനെ പോലെ വേണം. മോട്ടു, നീയാണ് എന്റെ യഥാർത്ഥ സുഹൃത്ത്. മോട്ടു വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഈ മീശ എന്റെ കൺട്രോളിലല്ല. ഈ മീശ കാട്ടിക്കൂട്ടുന്ന പണികൾക്ക് എനിക്ക് എന്തായാലും മോശമേ സംഭവിക്കൂ. ഡോക്ടർ ജഡ്ക ഒരു മരുന്ന് തന്നിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെയാ നീ നിന്റെ മീശയിൽ പുരട്ടുക? നിന്റെ മീശയിൽ തൊട്ടാ വലിയ അപകടമല്ലേ? മാത്രമല്ല, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കലല്ലോ. അതുകൊണ്ട് നീ തന്നെ ആലോചിക്ക്. ഐഡിയ, നീ കേൾക്ക. പത്ലു, ഇനി എനിക്കും നിന്നെ പോലെയുള്ള മീശ വളർത്താൻ പറ്റും. ദാ നോക്ക്, ഡോക്ടർ ജഡ്ക എനിക്കും ആ മരുന്ന് തന്നിട്ടുണ്ട്. ഇനി എന്റെ മീശ നിന്റെ മീശയായിട്ട് യുദ്ധം ചെയ്യുന്നതായിരിക്കും.
അത് പോയേ. പിടിക്കവനെ അവനെ പിടിച്ച് തല്ല്. തല്ലടാ അവനെ. ഞാൻ പറയുന്നൊന്ന് കേക്ക്, അത് എന്റെ ഐഡിയ ആയിരുന്നു. മോട്ടുവിനോട് ചോദിക്കേ. ആദ്യം കുറച്ച് അടി മേടിക്ക്, എന്നിട്ട് എല്ലാവരോടും പറയാം. ഈ രീതിയിൽ മീശയിൽ മരുന്ന് പുരട്ടി മീശ കളയാനുള്ള ഐഡിയ നീയാണ് എന്റെ ചെവിയിൽ പറഞ്ഞെന്നുള്ള കാര്യം.